Hello friends, welcome to dhruvdev channel. എൻ്റെ പേര് ആശ വിനീത്. UAE നാഷണൽ ഡേ പ്രമാണിച്ച് UAE ഫ്ലാഗിലുള്ള പച്ച, വെള്ള, കറുപ്പ്, ചുവപ്പ് എന്നിങ്ങനെ 4 നിറത്തിലുള്ള ലൈം ജ്യൂസ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ദയവായിട്ട് മുഴുവൻ കാണുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ആദ്യം നമുക്ക് ഗ്രീൻ കളർ ലൈം ജ്യൂസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഒരു കൈപ്പിടി പുതിനയില ചേർക്കാം. ഇനി നമുക്ക് ആവശ്യാനുസരണം പഞ്ചസാര ചേർക്കാം. ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ നീര് കൂടി ഇതിലോട്ട് ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഇനി ഇതൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ആദ്യം നന്നായിട്ട് അരച്ചെടുക്കണം. കാൽ കപ്പ് വെള്ളം ചേർത്ത് നന്നായി അരച്ചതാണ് ഈ കാണുന്നത്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം. മൊത്തം 1 കപ്പ് വെള്ളം ചേർത്താണ് ഞാനിവിടെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായി അരിച്ചെടുത്ത് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. താല്പര്യമുള്ളവർക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് ഉപയോഗിക്കാം. വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വൈറ്റ് കളർ ലൈം ജ്യൂസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കുക. ഒരു 10-12 കാഷ്യൂ നട്ട്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി കഷ്ണം ചേർക്കാം. കുറച്ച് ഇഞ്ചി കഷ്ണം മാത്രം ചേർത്താൽ മതി. ആവശ്യാനുസരണം പഞ്ചസാര ചേർക്കുക. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് പഞ്ചസാര കൂട്ടിയോ കുറച്ചോ ചേർക്കാം. അര നാരങ്ങ നീര് പിഴിഞ്ഞത് ചേർക്കുക. പുളിയുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ കൂടി ചേർക്കാം. 1-2 പുതിനയില ചേർക്കുക. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുക. ഇത് ഓപ്ഷണലാണ്. ഇനി 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ബാക്കിയുള്ള 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ മൊത്തം 1 കപ്പ് വെള്ളം ചേർത്താണ് ഞാനിത് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ തണുപ്പോടെയോ അല്ലാതെയോ ഇത് ഉപയോഗിക്കാം. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബ്ലാക്ക് കളർ ലൈം ജ്യൂസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു സെർവിങ് ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ചേർക്കുക. കാൽ ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട്, 1/4 ടീസ്പൂൺ ചാട്ട് മസാല പൗഡർ, അര നാരങ്ങ പിഴിഞ്ഞ നീര് എന്നിവ ചേർക്കുക. ഇതിലേക്ക് പതിയെ കൊക്കക്കോള ചേർക്കാം. ചാട്ട് മസാല പൗഡർ, ബ്ലാക്ക് സോൾട്ട്, അതുപോലെ തന്നെ കൊക്കക്കോള ഇതൊക്കെ ചേർക്കണോണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ലൈം ജ്യൂസിന് ഉണ്ടാവുക. ഇവിടെ ബ്ലാക്ക് കളർ ലൈം ജ്യൂസ് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. റെഡ് കളർ ലൈം ജ്യൂസ് ഉണ്ടാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിൽ ഒരു ബൗള് തണ്ണിമത്തൻ കഷ്ണങ്ങൾ ചേർക്കാം. 1-2 പുതിനയില കൂടി ചേർക്കാം. അര നാരങ്ങ പിഴിഞ്ഞ നീര് ചേർക്കാം. ചെറിയ ഇഞ്ചി കഷ്ണം ചേർക്കാം. ഇനി ആവശ്യത്തിന് പഞ്ചസാര കൂടി നമുക്ക് ചേർക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇവിടെ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്താണ് കാണുന്നത്. ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. എന്നിട്ട് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് നമുക്ക് മാറ്റാം.
താല്പര്യമുള്ളവർക്ക് ഐസ് ക്യൂബ്സ് ഒക്കെ ചേർത്ത് ഇത് വളരെ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ വളരെ ടേസ്റ്റാണിത്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വരണ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട്. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ധ്രുവദേവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.